പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ജൂലൈ 20-നാണ് ആരംഭിച്ചത്. സമ്മേളനത്തിന്റെ 15-ാം ദിവസമായ വെള്ളിയാഴ്ച പോലും ഇരുസഭകളും പ്രതിപക്ഷ പ്രതിഷേധത്താൽ സ്തംഭിച്ചു. ജന്തർ മന്ദറിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനു നേരെ ഡൽഹി പോലീസും സായുധ പോലീസും നടത്തിയ ക്രൂരമായ ആക്രമണത്തിൽ ആഭ്യന്തരമന്ത്രി അമിത് ഷാ സഭയിൽ മറുപടി നൽകണമെന്ന ന്യായമായ ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അയോധ്യ രാമക്ഷേത്ര സംഭാവനകളിലെ ക്രമക്കേടിൽ അടിയന്തര ചർച്ച വേണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. ഏറെ ഗുരുതരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഈ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത് ഷായും ഇതുവരെ പങ്കെടുത്തിട്ടില്ല. ജൂലൈ 20-ന് പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്ന ദിവസമാണ് ഡൽഹിയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ പെല്ലത്തോക്കും ആണി നിറച്ച ലാത്തികളുമായി പോലീസ് ആക്രമിച്ചത്. വിദ്യാർത്ഥികളുടെ പ്രതിഷേധം വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയിൽ കലാശിച്ചെങ്കിലും പോലീസ് അതിക്രമങ്ങളെക്കുറിച്ച് ഒരു പ്രസ്താവന പോലും മോദിയും അമിത് ഷായും പുറത്തിറക്കിയിട്ടില്ല. ഇരുവരും തങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുകയും മൗനം പാലിക്കുകയും ചെയ്യുന്നതിനെതിരെയാണ് പ്രതിപക്ഷം ചോദ്യം ചെയ്യുന്നത്. അമിത് ഷാ സഭയിലെത്തി വിശദീകരണം നൽകണമെന്ന പ്രതിപക്ഷ ആവശ്യത്തിൽ ഉപരാഷ്ട്രപതിയും രാജ്യസഭാ ചെയർമാനുമായ CP രാധാകൃഷ്ണൻ പോലും അനുകൂലമായാണ് പ്രതികരിച്ചത്. പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിനോട് ഇക്കാര്യം ആഭ്യന്തരമന്ത്രിയെ അറിയിക്കാൻ സഭാ അധ്യക്ഷൻ നിർദ്ദേശിച്ചെങ്കിലും അമിത് ഷാ എത്തിയില്ല. മാത്രമല്ല, അങ്ങനെയൊരു നിർദ്ദേശം രാജ്യസഭാ ചെയർമാൻ നൽകിയിട്ടില്ല എന്ന് വ്യാജ പ്രസ്താവന ഇറക്കാൻ കിരൺ റിജിജു നിർബന്ധിതനാകുകയും ചെയ്തു. ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ മന്ത്രിമാരുടെ ഉത്തരവാദിത്തം പരമപ്രധാനമാണ്. ഭരണഘടനാപരമായ നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണെന്നതിനാൽ നിയമം ആയുധമായി ഉപയോഗിക്കുന്ന മന്ത്രി ആ ഉത്തരവാദിത്തം കൂടുതൽ ഗൗരവത്തിൽ ഏറ്റെടുക്കേണ്ടതാണ്. തനിക്ക് കീഴിലുള്ള പോലീസിന്റെ നടപടിയുടെ ഉത്തരവാദിത്തം ചുമതലയിലുള്ള മന്ത്രിക്ക് തന്നെയാണ്. ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഉത്തരവാദിത്തം ഏറ്റെടുക്കുക തന്നെ വേണം. ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ അമിത് ഷായുടെ ചരിത്രം പൗരന്മാരെ നിശബ്ദരാക്കാൻ ഭരണകൂട അക്രമം ഉപയോഗിക്കുന്നതിലുള്ള നീചമായ തന്ത്രത്താൽ പൂരിതമാണ്. 2020-21 കർഷക പ്രതിഷേധത്തിൽ ഭരണകൂടത്തിന്റെ ക്രൂരമായ അടിച്ചമർത്തൽ നാം കണ്ടതാണ്. 2021 ഒക്ടോബറിൽ ലങ്കിപൂർ ഖേരിയിലെ അധികാര ഭീകരത രാഷ്ട്രീയ ധാർമ്മികതയുടെ പൂർണ്ണമായ തകർച്ചയാണ് തുറന്നുകാട്ടിയത്. പകൽ വെളിച്ചത്തിലാണ് അന്നത്തെ ആഭ്യന്തര സഹമന്ത്രി അജയ് മിശ്ര ടെനിയുടെ ഉടമസ്ഥതയിലുള്ള SUV ഉൾപ്പെടെ വാഹനവ്യൂഹം ജനങ്ങൾക്കിടയിലേക്ക് ഇടിച്ചു കയറ്റി 4 കർഷകരെയും ഒരു പ്രാദേശിക മാധ്യമ പ്രവർത്തകനെയും കൊലപ്പെടുത്തിയത്. 2020 ഫെബ്രുവരിയിൽ ഡൽഹിയിൽ പൗരത്വ നിയമ പ്രതിഷേധത്തിനിടെ 50-ലേറെ പേർ മരിച്ച കലാപവും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വലിയ പരാജയമായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഔദ്യോഗിക സന്ദർശനത്തിനായി ഡൽഹിയിൽ ഉണ്ടായിരുന്നതിനാൽ കലാപം രാജ്യത്തിന് അന്താരാഷ്ട്ര തലത്തിൽ നാണക്കേടുണ്ടാക്കി. 2023 ഒളിമ്പ്യന്മാരും ലോക ചാമ്പ്യന്മാരും കോമൺവെൽത്ത് മെഡൽ ജേതാക്കളുമായ കായിക താരങ്ങൾ ഡൽഹിയിലെ ജന്തർ മന്ദറിലെ നടപ്പാതയിൽ ഉറങ്ങാൻ നിർബന്ധിതരായത് ലോകം ഭീതിയോടെയാണ് കണ്ടത്. വനിതാ ഗുസ്തി താരങ്ങൾക്കെതിരെ അന്നത്തെ BJP MPമാരും റെസ്ലിംഗ് ഫെഡറേഷൻ മേധാവിയുമായ ബ്രിജ് ഭൂഷൺ ശരൺ സിംഗ് നടത്തിയ ലൈംഗിക പീഡനത്തിൽ കേസെടുക്കണമെന്നായിരുന്നു താരങ്ങൾ ആവശ്യപ്പെട്ടത്. 2023 മെയ് മുതൽ ഇപ്പോഴും തുടരുന്ന മണിപ്പൂരിലെ വംശീയ കലാപവും ആഭ്യന്തര വകുപ്പിന്റെ നാണക്കേടായി അവശേഷിക്കുന്നു. സർക്കാരിന് താൽപ്പര്യം ജനങ്ങളിലോ വിശ്വാസം ജനാധിപത്യത്തിലോ അല്ലെന്ന് കഴിഞ്ഞ 11 വർഷത്തെ സംഭവങ്ങൾ തെളിയിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ തങ്ങൾക്കെതിരായ വിമർശനങ്ങൾ പുറം ലോകം അറിയാതിരിക്കാൻ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളെ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കുന്ന തിരക്കിലാണ് മോദി ഭരണകൂടം. അയോധ്യയിലെ കോടികളുടെ തട്ടിപ്പ് നടത്തിയ സ്വന്തം നേതാക്കൾക്കെതിരെയോ വിദ്യാർത്ഥികളെ തെരുവിലിറക്കിയ NDA അധികൃതർക്കെതിരെയോ അവരെ ഭീകരരെ എന്ന പോലെ വേട്ടയാടിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയോ നടപടിയെടുക്കുന്നതിന് പകരം ഇൻസ്റ്റഗ്രാമിലെയും എക്സിലെയും യുവാക്കളുടെ പോസ്റ്റുകൾ നീക്കുന്ന തീവ്ര യജ്ഞത്തിലാണ് മോദി ഭരണകൂടം. പക്ഷേ ഒളിച്ചോട്ടം ജനാധിപത്യത്തിൽ ശാശ്വത രക്ഷാമാർഗമല്ല. ജനവും അവർക്ക് വേണ്ടി പ്രതിപക്ഷവും ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കും. വിദ്യാർത്ഥികൾ പറയുന്നത് കേൾക്കണമെന്നും സംവാദമാണ് വേണ്ടതെന്നും മോദിയുടെയും ഷായുടെയും ആശ്രയ മാർഗദർശിയായ RSS തലവൻ മോഹൻ ഭാഗവത് പോലും പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. തുടർച്ചയായി സഭ സ്തംഭിപ്പിക്കുന്നത് സർക്കാരിന്റെ പ്രതിച്ഛായയെ ബാധിക്കുന്നുവെന്ന വിലയിരുത്തലിലാണ് മുതിർന്ന BJP നേതാക്കളായ രാജ്നാഥ് സിംഗ്, നിതിൻ ഗഡ്കരി തുടങ്ങിയവർ. അപ്പോൾ സ്തംഭനത്തിന് ഉത്തരവാദി ആരാണെന്ന് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം പ്രധാനമന്ത്രിക്കുമുണ്ട്. സത്യപ്രതിജ്ഞയുടെ അടിസ്ഥാന തത്വങ്ങളിൽ പരാജയപ്പെട്ട അമിത് ഷാ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക തന്നെ വേണം. അദ്ദേഹം സ്ഥാനത്ത് തുടരുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിനും രാജ്യത്തെ 140 കോടി ജനങ്ങൾക്കും അപമാനമാണ്.